എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 152-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. യൂവം ദക്ഷം ധൃതവ്രത മിത്രാവരുണദൂദഭം മിത്രാവരുണദൂദഭം ഋതൂനായജ്ഞമാശാധേ. അന്വയം: ഹേ ധൃതവൃതാ മിത്രാവരുണായൂവം ഋതൂനാം ദക്ഷം ദുദഭം യജ്ഞം ആശാധേ. അന്വയം: ധൃതവത കർമ്മത്തെ സ്വയം ഏറ്റെടുത്തവർ, യൂവാം മിത്രാവരുണന്മാരായ നിങ്ങൾ, ഋതൂന ഋതുദേവതയോടൊത്ത്, ദക്ഷം പ്രവൃദ്ധം ദൂദഭം ഭേദിക്കാൻ കഴിയാത്ത ശത്രുക്കളാൽ, യജ്ഞം ആശാധേ യജ്ഞത്തെ പ്രാപിക്കുന്നു. അർത്ഥം: കർമ്മത്തെ സ്വയം സ്വീകരിച്ചവരായ, കർമാനുഷ്ഠാന ജീവിതം വ്രതമാക്കിയിട്ടുള്ള മിത്രാവരുണന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഋതുദേവതമാരോടുകൂടി ആഗതരായിട്ട് ഞങ്ങളുടെ യജ്ഞവേദിയെ ഐശ്വര്യപ്രബുദ്ധവും സമൃദ്ധവും ശത്രുക്കളാൽ ഒരിക്കലും തകർക്കാൻ കഴിയാത്തതുമായ ഈ മഹായജ്ഞത്തെ, യജ്ഞവേദിയെ പ്രാപിച്ചാലും. ഋതുദേവതമാരുടെ അനുഗ്രഹത്താൽ യജ്ഞം സമ്പുഷ്ടമാകുന്നു. മിത്രൻ പവിത്രമായ മനോബലവും വരുണൻ ശത്രുഹന്താവായിട്ടുള്ള ദേവനുമാകുന്നു. മിത്രം ഹുവേ പൂതദക്ഷം വരുണം ജരിഷാദസം. യജ്ഞവേദി സുഗമമായിട്ട് കർമ്മങ്ങൾ നടത്താനും ശുഭസൂചകമായിട്ട് പര്യവസാനിക്കാനും വേണ്ടിയിട്ട് പകലിന്റെ ദേവനായിട്ടുള്ള മിത്രദേവനോടും രാത്രിയുടെ ദേവനായിട്ടുള്ള വരുണദേവനോടും ഞങ്ങൾ യജ്ഞം വിജയപ്രദമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് ഋഷി ഈ മന്ത്രത്തിലൂടെ പറയുന്നത്. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.